വൈകിട്ട് നമ്മൾ ബൈക്ക് എടുത്തിട്ട് ഇറങ്ങി നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ കമന്റ് ഇട്ട ചേട്ടന്റെ കടയിലേക്ക് കുറച്ച് അകത്തോട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചോദിച്ചു പോയി. അവിടെ എത്തിയപ്പോഴാണ് കണ്ടത് ഒരു കുഞ്ഞു കട. പക്ഷെ ഒരുപാട് ആൾക്കാർ പല ഭാഗത്തുനിന്നായിട്ട് വരുന്നുണ്ട്. ഒരു നൊസ്റ്റു ഫീലും തരുന്ന അടിപൊളി ഒരു സ്പോട്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. തൈ കാണുന്നതൊക്കെ നമ്മൾ കഴിച്ച ഫുഡാണ്. ഹോട്ടൽ തുടങ്ങിയിട്ട് ഞാൻ കൊറോണ സമയത്ത് തുടങ്ങിയാണ്. അപ്പോൾ ആ സമയത്ത് പണിയൊന്നും ഇല്ലാതെ ഞാൻ ഏതായാലും വീട്ടിൽ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഞാനും ഭാര്യയും ഫാമിലി ആയിട്ട് തന്നെ ചെറിയൊരു ഭക്ഷണം പരിപാടി തുടങ്ങി. വെറൈറ്റി സാധനം നമ്മള് വീട്ടിൽ ഉണ്ടാക്കിയ നെല്ല് കുത്തിയിട്ടില്ല തരക്കലരി ദോശയാണ്. അതുപോലെ തന്നെ പത്തല്, അപ്പം മിക്സ്, അതുപോലെ തന്നെ പിട്ടാക്കും. നാടൻ കപ്പ കിട്ടിക്കഴിഞ്ഞാൽ നാടൻ കപ്പയാക്കും. കറി ഐറ്റംസ് പറഞ്ഞാൽ ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, നാടൻ കോഴി ഫ്രൈ, താറാവ്. നമ്മൾ പ്രത്യേകം നമ്മളെ വീട്ടിൽ നിന്ന് ഭാര്യയും ഞാനും കൂടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ്. കുണിയം, കരിവള്ളൂര്, അന്നൂര്, പയ്യന്നൂര്, പ്ലാത്തറ നടക്കം ആൾക്കാർ വരുന്നുണ്ട്. വൈകിട്ട് ഒരു 5 മണി മുതൽ രാത്രി 10 മണി 11 മണി വരെ ആൾക്കാരുണ്ടാകും. കുഞ്ഞു കടയാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. നമ്മളൊരു ബീഫ്, ചിക്കൻ ഫ്രൈ, നാടൻ കോഴി വറവ്, ബീഫിന്റെ ഗ്രേവി, ദോശ, നെയ്പത്തിരി, സാലഡൊക്കെ കൂടി നല്ലൊരു പിടി പിടിച്ചു. അങ്ങനെ റോയ് സാർ പരിപാടി തുടങ്ങിയിട്ടാ. ബീഫിലാണ് പിടുത്തം. അപ്പൊ ഞാനും ഗ്രേവിയൊക്കെ എടുത്തൊന്ന് താളിച്ച് ബീഫിലൊരു പിടുത്തം പിടിച്ചു. ആഹാ, അടിപൊളി ടേസ്റ്റ്. ഇതാണ് നമുക്ക് കിട്ടിയ ഒരു സ്പെഷ്യൽ ഐറ്റം, നാടൻ കോഴി വറവ് വിത്ത് മുട്ട. മുട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി കറി വെക്കാൻ എടുക്കുന്ന സമയത്ത് കോഴിയുടെ വയറ്റിലുണ്ടായ മുട്ടയാണ്. നല്ല സ്പെഷ്യൽ ഐറ്റമായിട്ട് തോന്നി. ഇതിന് ഭയങ്കര ഡിമാൻഡാന്ന് പറഞ്ഞു. പക്ഷെ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ കിട്ടൂട്ടാ. ഇതും അന്വേഷിച്ച് ഒരുപാട് ഫോൺ വിളികൾ അപ്പോഴും അങ്ങോട്ട് വരുന്നുണ്ട്. ഇവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഡെയിലി വൈകുന്നേരം ഐറ്റംസ് അതിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ തന്നെ ഓരോ ആൾക്കാർ ഓർഡറും കൊടുക്കാൻ തുടങ്ങും. റോഹിത് സാർ എടുത്തത് ചിക്കൻ എടുത്തിട്ടുണ്ടേ. എന്നാ പിന്നെ ചിക്കനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം റോഹിത് സാറോട് ചോദിക്കാം. സൂപ്പർ ചിക്കൻ കറി, ബീഫ്, വിറകടുപ്പിലാണ് അവിടെ എപ്പോഴും പാചകം ചെയ്യുന്നത്. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അവിടുന്ന് ഏറ്റവും കൂടുതൽ പോകുന്ന പാർസൽ ആയതുകൊണ്ട് നമ്മളും വാങ്ങിച്ചു 2 പാർസൽ. പെടാട്ടുമൽ ചിന്താ വായനശാലിന്റെ തൊട്ടടുത്താണ് കേട്ടാ രാജേഷ് ചേട്ടന്റെ ജാനു മീനു ഹോംസ് കിച്ചൺ ഉള്ളത്. അപ്പൊ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. എന്നാ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.